ഇന്നലെ വിട പറഞ്ഞ ചലച്ചിത്രകാരൻ ശ്രീനിവാസന് ഇന്ന് യാത്രാമൊഴി. ആദരാഞ്ജലി അർപ്പിച്ച് നിരവധി ചലച്ചിത്ര സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരാണ് എത്തുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മോഹൻലാൽ, മമ്മൂട്ടി എന്നിവരടക്കമുള്ള നിരവധി സഹപ്രവർത്തകർ, സാംസ്കാരിക പ്രമുഖർ തുടങ്ങിയവർ ആദരാഞ്ജലി അർപ്പിച്ചു. ഭൗതികദേഹം കൊച്ചി കണ്ടനാട്ടെ വീട്ടിൽ ഇന്നലെ വൈകിട്ടെത്തിച്ചു. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ രാവിലെ 10-ന് വീട്ടുവളപ്പിൽ നടക്കും. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, നമ്മുടെ പ്രിയപ്പെട്ട ചലച്ചിത്രകാരൻ ശ്രീനിവാസന് ഇന്ന് യാത്രാമൊഴിയേകുകയാണ് കേരളം. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ഇപ്പോഴും നിരവധി പേർ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണോ? രാവിലെ 10 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെയാകും സംസ്കാരം. അതിനുള്ള തയ്യാറെടുപ്പുകൾ, ഒരുക്കങ്ങൾ ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണോ? വിവരങ്ങൾ. തീർച്ചയായിട്ടും മലയാള സിനിമയുടെ ചിന്തയും ചിരിയുമാണ് ഇന്നലെ ഉണ്ടായ ഒരു ആകസ്മികമായിട്ടുള്ള സംഭവത്തിൽ ഒരുപക്ഷെ മലയാള സിനിമ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലേക്ക് എത്തിയത്. ഇന്നലെ ശ്രീനിവാസൻ്റെ മരണം സംഭവിച്ചു ഇന്നലെ രാവിലെ. അതിനുശേഷം ഈ വീട്ടിലേക്കും കണ്ടനാട്ടെ വീട്ടിലേക്കും പൊതു ദർശനം നടന്ന എറണാകുളം ഹാളിലേക്കും ടൗൺ ഹാളിലേക്കും നിരവധിയായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. സിനിമാ രംഗത്തെ പ്രവർത്തകരും താരങ്ങളും അതിനപ്പുറം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെല്ലാം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രീനിവാസനുമായി സിനിമകളിലൂടെ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിലുള്ള പരിചയവും അല്ലാത്ത രീതിയിലുള്ള പരിചയവുമുള്ള ആളുകൾ ഇവിടേക്ക് എത്തി അദ്ദേഹത്തെ ഏറ്റവും അവസാനമായി ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലികൾ അർപ്പിക്കാനുമുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഓരോരുത്തരും നടത്തുന്നത്. ഇന്നലെ ഈ സംഭവം അറിഞ്ഞ സമയം മുതൽ തന്നെ ആദ്യം ആളുകൾ ഓടിയെത്തിയത് ഇവിടെയുള്ള തൃപ്പൂണിത്തുറയിലെ താലൂക്ക് ആശുപത്രിയിലേക്കാണ്. അവിടെയായിരുന്നു ആദ്യം മൃതദേഹം എത്തിച്ചിരുന്നത്. പിന്നീട് അവിടെ നിന്ന് പല ഇടങ്ങളിലേക്ക്, അതായത് വീട്ടിലേക്കും പിന്നീട് ഈ എറണാകുളം ഹാളിലേക്കും ടൗൺ ഹാളിലേക്കും എത്തിച്ചിരുന്നു. അവിടങ്ങളിലെല്ലാം തന്നെ കണ്ടത് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വലിയൊരു സാന്നിധ്യമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ സാധാരണക്കാരോടും അതുപോലെ തന്നെ സാധാരണ വിഷയങ്ങളോടും സാധാരണക്കാരുടെ ജീവിത അനുഭവങ്ങളോടും സാധാരണക്കാരായിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെയും എല്ലാം നിന്നിരുന്ന അവരോട് സംവദിച്ചിരുന്ന കലാകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കലാകാരൻ്റെ യാത്രയപ്പും അത്രമേൽ സാധാരണക്കാരുടെ സാന്നിധ്യം കൊണ്ട് സജീവമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ കഴിഞ്ഞ ദിവസം തന്നെ അത്തരത്തിൽ വലിയ രീതിയിൽ ഇവിടെ എത്തിച്ചേരുകയും അത്തരത്തിലെല്ലാം പങ്കാളികളാവുകയും തന്നെ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം ABVPയുടെ സംസ്ഥാന സെക്രട്ടറി ഈശ്വരപ്രസാദ് നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിടവാങ്ങലിനെ എങ്ങനെയാണ് ABVP പ്രതികരിച്ചത്? ഒരു നടനും സംവിധായകനും തിരക്കഥാകൃത്തും എന്നതിനപ്പുറത്ത് അദ്ദേഹം എടുത്തിരുന്ന നിലപാടുകൾ, അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്ന നിലപാടുകൾ, അത് മനുഷ്യത്വത്തെ ഉയർത്തി കാണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകളിലേക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. രാഷ്ട്രീയ നിലപാടുകൾക്കപ്പുറം അദ്ദേഹം സ്വീകരിച്ച നിലപാട്, അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സമൂഹത്തോട് കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അത് തന്നെയാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ നഷ്ടം തീരാ നഷ്ടമാണ് കേരളത്തിൻ്റെ സിനിമാ മേഖലയ്ക്കും പൊതുസമൂഹത്തിനും. അദ്ദേഹത്തിന് നമുക്കറിയാം, കോളേജ് കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം ABVPയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ തുറന്നു പറയാനും ആ നിലപാടുകൾ സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മൊത്തം ആ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാനും സത്യത്തിനൊക്കെ വേണ്ടിയിട്ട് നിലകൊള്ളാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് വളരെ പ്രസക്തമാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം എന്ന് പറയുന്നത് കേരള പൊതുസമൂഹത്തിന് തന്നെ വളരെ ഒരു നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ഈ സമൂഹത്തിൻ്റെയും മൊത്തം വിഷമത്തിൽ പങ്കുചേരുകയാണ്. തീർച്ചയായിട്ടും അതുതന്നെയാണ്. ഉറച്ച രാഷ്ട്രീയ നിലപാടുണ്ട്. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ സാധാരണക്കാർ നേരിടുന്ന വിഷയങ്ങളുടെയും ഉള്ള രാഷ്ട്രീയമാണ്. അത് അദ്ദേഹം എക്കാലത്തും തുറന്നു പറഞ്ഞിരുന്നു. എല്ലാ രാഷ്ട്രീയ പുഴുക്കുത്തുകളെയും അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിമർശനത്തിൻ്റെ കൂരമ്പുകൾ ഏൽക്കാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളോ ഇല്ല എന്നുള്ളത് തന്നെ നമുക്ക് വ്യക്തമായി അറിയാം. അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സിനിമയ്ക്കകത്തെ പ്രശ്നങ്ങളെപ്പോലും വലിയ രീതിയിൽ വിമർശനാത്മകമായി ചോദ്യം
ചെയ്യാനും എല്ലാം അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. അത്തരത്തിൽ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ആ ഒരു വിയോഗത്തെ സംബന്ധിച്ച് ശ്രീനിവാസൻ വിട പറഞ്ഞു എന്ന് വിശ്വസിക്കാനാകാത്ത ആളുകളാണ്, അത് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളുകളാണ് ഇപ്പോഴുള്ളത്. കാരണം തൊട്ടടുത്ത നിമിഷം ഏത് നിമിഷവും ടി വിയിൽ സജീവമായി അദ്ദേഹത്തിൻ്റെ സിനിമകൾ എത്തുകയും അദ്ദേഹത്തെ വീണ്ടും ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ കോമഡികളിൽ, അദ്ദേഹത്തിൻ്റെ സരസമായിട്ടുള്ള എഴുത്തിൽ, അദ്ദേഹത്തിൻ്റെ എണ്ണം പറഞ്ഞ കഥാപാത്രങ്ങളിൽ, ആ കഥാപാത്രങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായും അലിഞ്ഞു ചേർന്ന് നമ്മുടെ ആ ഒരു കഥാപാത്രത്തിൻ്റെ മനോവിചാരങ്ങളിലെല്ലാം തന്നെ കൂടിച്ചേർന്ന് അനുഭവിക്കുന്ന മലയാളിക്ക് ഒരിക്കലും ശ്രീനിവാസൻ എന്ന വലിയ സിനിമാ പ്രവർത്തകനെ അല്ലെങ്കിൽ വലിയ കലാകാരനെ മറക്കാനുള്ള ഒരു ഇഷ്ടമില്ലാത്ത ഒന്നാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ചേട്ടാ, എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവാണ്. ഞാൻ പാട്ടിയത്തിൽ നിന്ന് വരുന്നതാണ്. വളരെ ചെറുപ്പത്തിലേ അറിയാം. പിന്നീട് അവരെ ബന്ധത്തിൽ ഞാൻ കല്യാണം കഴിച്ചു. അങ്ങനെ അടുത്തൊരു ബന്ധുവായി, അടുത്ത് വളരെ സ്നേഹത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരാളാണ്. നാട്ടിനും നമ്മളെ ഗ്രാമത്തിനും എല്ലാം വലിയൊരു നഷ്ടമായിപ്പോയി. നമുക്ക് ചേച്ചി എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്? എങ്ങനെയാണ് അദ്ദേഹത്തെ ഏറ്റവും നല്ലോണം ഓർക്കുന്നുണ്ട്? എൻ്റെ ആപ്പൻ്റെ മോനാന്ന് ശ്രീനിയേട്ടൻ. നമ്മൾ പിന്നെ കണ്ണൂരാന്ന് പാട്ടിയ സിനിമ നടൻ എന്നതിനുപരി അപ്പോൾ ഒരു ബന്ധവും അറിവും എല്ലാം ഉണ്ട്. എൻ്റെ ആങ്ങളെ തന്നെയാണ്. പക്ഷേ എങ്കിൽ സിനിമയിൽ ഏറ്റവും നല്ല കഴിവുള്ള ഒരു ആളാണ് ശ്രീനിവാസൻ. പിന്നെ നല്ല ഇതാണ് ഞങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മയാണ്. ഞങ്ങളെ വീടിൻ്റെ അരിയത്താണ് തറവാട് ശ്രീനിവാസൻ്റെ. പിന്നെ അതിലുപരിയായി സ്വന്തം ഒരാങ്ങളെ പോലെയാണ് നമ്മൾ ജീവിച്ചത്. പിന്നെ ഓർക്കൂര് പെങ്ങളാണുള്ളത്. പിന്നെ അപ്പൻ്റെ മോനല്ലേ എൻ്റെ ശ്രീനിവാസൻ. എങ്ങനെയാണ് അമ്മ അദ്ദേഹത്തെ ഓർക്കുന്നത്? അയ്യോ, ഞങ്ങൾക്ക് തീരാതെ നഷ്ടം തന്നെയാണ്. എൻ്റെ ആപ്പൻ്റെ മോനാണ്. ചെറുപ്രായത്തിലെ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു ഞങ്ങളുടെ വീട്ടിൻ്റെ മുമ്പ് തന്നെ സ്റ്റേജും കിട്ടി നാടകത്തിൻ്റെ തുടങ്ങിയതവനാണ് ഏരിയയിൽ. ചെറുപ്പം മുതലേ ആ ഒരു കലയോടുള്ള ആ ഒരു അഭിനിവേശമൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു സ്റ്റേജ് കെട്ടി എല്ലാവരെയും വിളിച്ച് വരുത്തി അവിടെ ഇരുത്തി കാണിക്കും. സ്വയം കഥകളൊക്കെ സ്വയം ആദ്യം തന്നെ നാടകത്തിലായിരുന്നു കൂടുതൽ. അങ്ങനെയുള്ള സ്ഥിതിയായിരുന്നു എൻ്റെ. അമ്മയെ അറിയാമായിരുന്നോ ഇങ്ങനെ ഒരു വലിയൊരു ചലച്ചിത്ര പ്രവർത്തകനാകാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? ആർക്ക്? ഞങ്ങൾക്ക് പിന്നെ അല്ല, അതിനെപ്പറ്റി അത്ര ശ്രദ്ധിച്ചില്ല. പിന്നെ ഇപ്പോഴും ഇങ്ങനെ നല്ലൊരു നിലയിലെത്തിയത് കൊണ്ട് ഞങ്ങൾക്കെല്ലാം അഭിമാനിക്കാം. അതെ മിഥുൻ, എല്ലാവരും മലയാളത്തിൻ്റെ ആ പ്രിയപ്പെട്ട കലാകാരനെ ഓർത്തെടുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ രാവിലെ 10 മണിക്ക് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും നടക്കുക. മിഥുൻ അയ്യപ്പനാണ് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നമുക്ക് മറ്റു വാർത്തകൾ കൂടി പരിശോധിക്കാം. അതിനു മുൻപ് ഒരു ചെറിയ ഇടവേള.